ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സുവുസ്കിച്ചൻ. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമായിട്ടുള്ള പുട്ടാണ് കേട്ടോ. നമ്മൾ എപ്പോഴും വീട്ടിൽ വളരെ ഈസിയായി ചെയ്തെടുക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണ് പുട്ട്. പക്ഷേ നമ്മളുടെ ഇന്നത്തെ ഈ പുട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ട് സേമിയ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എൻറ്റേർലി ഡിഫറെൻറ്റ് ടേസ്റ്റാണ് കേട്ടോ ഈ സേമിയ പുട്ടിന്. അപ്പം നമ്മളുടെ ഈ സ്പെഷ്യൽ പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ സേമിയ പുട്ടുണ്ടാക്കാൻ വേണ്ടി ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ പാൻ ചൂടായി വന്നപ്പോൾ 2 കപ്പ് സേമിയ ആണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഒരു 2 മിനിറ്റൊക്കെ ചൂടാക്കിയാൽ മതിയാവും കേട്ടോ. ഒരുപാട് അങ്ങ് ചൂടാക്കി അതിൻ്റെ കളറ് മാറേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒരു 2 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ 2 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ തീ ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്ര മതിയാവും. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സേമിയോ റോസ്റ്റഡ് സേമിയോ ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്നില്ല. എൻ്റെ കയ്യിലുള്ളത് റോസ്റ്റഡ് ആയിരുന്നില്ല കേട്ടോ. അടുത്തതായി നമുക്കിനി ഒരു പാത്രത്തിൽ ഞാൻ അവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം എടുക്കുമ്പോൾ കുറച്ചധികം തന്നെ എടുക്കുക കേട്ടോ. നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച സേമിയ ഉണ്ടല്ലോ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ തന്നെ ഉപ്പ് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് നേരം മാത്രം തിളപ്പിച്ച് അത് അത്രയ്ക്കും വെന്താൽ മതിയാവും കേട്ടോ. കൂടുതൽ വെന്തങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഇത് ഒന്നും കൂടി ഒന്ന് സ്റ്റീം ചെയ്യുന്നുണ്ട്. അത് കാരണം കറക്റ്റ് 5 മിനിറ്റ് ആകുമ്പോൾ ഞാനിപ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുത്ത് ഇതൊരു അരിപ്പയിലേക്ക് മാറ്റി സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒട്ടും വെള്ളമില്ലാതെ ഊറ്റിയെടുക്കണം. അപ്പോൾ ആ സ്റ്റെയിനറിലേക്ക് വെച്ച് കൊടുത്ത സേമിയയിൽ നിന്ന് വെള്ളമെല്ലാം പോയി കഴിഞ്ഞപ്പോൾ ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഒരല്പസമയം തണുക്കാൻ വേണ്ടി അനുവദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ അത് മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ നമുക്ക് സഹിക്കാവുന്ന ചൂട് വരയ്ക്കും അതൊന്ന് ചൂടാറാൻ അനുവദിക്കുക. ശേഷം അതിലേക്ക് 1 കപ്പ് തേങ്ങ ചെരുകിയതാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ശരിക്കും നമ്മൾ പുട്ടിനൊക്കെ തേങ്ങ ചേർക്കില്ല അതേപോലെ തന്നെ, പക്ഷേ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കണ്ട. കാരണം ഓൾറെഡി ഈ സേമിയയിലൊരു നനവുണ്ടല്ലോ. അപ്പോൾ അത് തേങ്ങ മിക്സ് ചെയ്യാൻ മാത്രം ചെയ്താൽ മതി. ശേഷം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു പുട്ടിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ പുട്ട് കുറ്റിയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ എങ്ങനെയാണോ ഇടാറുള്ളത് അതുപോലെ ചെയ്യുക. അപ്പോൾ ആദ്യം തേങ്ങ ഇടുക, പിന്നെ ആവശ്യത്തിനുള്ള സേമിയ അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇങ്ങനെയാണ് ഇപ്പോൾ ഫില്ല് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം ഞാനിവിടെ സ്റ്റീം ചെയ്യാനൊരു പാത്രം അടുപ്പിൽ വെച്ച് വെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഇങ്ങനെയാണ് പുട്ട് പുഴുങ്ങിയെടുക്കാറുള്ളത്. നിങ്ങളെങ്ങനെയാണോ ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇങ്ങനെ നമുക്കിതിലേക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കുകയാണെങ്കിൽ 3 പുട്ട് വരെ ഒരുമിച്ച് നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ 2 ഇപ്പോൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇതൊരു 2 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഓൾറെഡി നമ്മളത് വേവിച്ചതാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഇതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളുടെ പുട്ട് ഒരു സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് നമുക്ക് പഴം ഉപയോഗിക്കാവുന്നതാണ്. എനിക്ക് പേഴ്സണലി ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് തേങ്ങാപ്പാലും പഞ്ചസാരയുമാണ് കേട്ടോ. ഇതിൻ്റെ നല്ലൊരു കോമ്പിനേഷനായി തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതതുപോലെ നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ നെയ്യും പഞ്ചസാരയും ഇതിൻ്റെ കൂടെ ഒരു കോംബോ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ബ്രേക്ക്ഫാസ്റ്റിന് ഇതുപോലൊരു ഐറ്റം ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്, അതുപോലെ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം തന്നെയാണിത്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്ത പുതിയൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സുവുസ്കിച്ചൻ.